Hello guys, welcome back to our channel. This is Sanjay from the Twins channel. So ഇന്ന് രണബലിയുടെ ടീസർ റിലീസ് ആയിട്ടുണ്ട്. സോ വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് വാച്ച് ദ ടീസർ. വിജയ് ദേവരകൊണ്ടയാണ് നടൻ. സോ ബാക്കി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് പെട്ടെന്ന് ടീസർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. Yeah, there we go. Right. എന്താണ് മിത്താണോ, മിത്തോളജിയാണോ, അതോ ട്രൂ സ്റ്റോറിയാണോ? 100 million killed in 40 years. മേ ബി ട്രൂ സ്റ്റോറി ആവാനാണ് ചാൻസ്. ഈ മറ്റേ ബ്രിട്ടീഷ് ഇൻഡ്യൂസ്ഡ് ഫാമിൻ ഉണ്ടല്ലോ, അതിന്റെ പേരെന്താണ്? മറന്നുപോയി. അതായത് ബ്രിട്ടീഷ് ആ ടൈമിന്റെ തന്നെ. പോർച്ചുഗീസുകാരാണോ? പോർച്ചുഗീസുകാരോ ബ്രിട്ടീഷ് ഫ്ലാഗ് കാണാം. ഓക്കെ, മദ്രാസ്. എനിക്ക് തോന്നുന്നു ആ ബ്രിട്ടീഷ് ഇൻഡ്യൂസ് ഫാമിൻ്റെ ഒക്കെ ആ കഥയാണ്. പക്ഷെ ആ സമയത്ത് കുതിരയാണ് ജയ് ദേവരക്കൊണ്ട. രണബലി, ലെജൻഡ് ഓഫ് ദ കേഴ്സ്ഡ് ലാൻഡ്, 1878. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഇത് തന്നെ. ലക്ഷ്മി നന്ദന and Ajay Atul music. ഓട്ടെ എന്താ പൊന്നെ, ഫിയേഴ്സ് ലുക്ക് ആണ് കേട്ടോ രണബലി. ടീസർ വൈസ് ലൈക്ക് ഇറ്റ്സ് ഗുഡ്. കാരണം ഇതിനകത്ത് എനിക്ക് ഒന്ന് രണ്ട് സീൻസ് പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മള് ലൈക്ക് ആ ഇത് കാണിച്ചില്ലേ, ആനിമേ ഭാഗം കാണിച്ചത് എനിക്ക് ഇപ്പോൾ മറ്റേ AA23 എന്ന് പറഞ്ഞ നമ്മുടെ പുള്ളിയുടെ ഒരു മൂവിയുടെ ഒരു പോസ്റ്റർ ഇറങ്ങിയായിരുന്നു. പോസ്റ്റർ അല്ല, അതൊരു ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അല്ലു അർജുൻ്റെ. അപ്പോൾ പുള്ളിയുടെ ആ മൂവിയിൽ സെയിം ഇതേ ആ ഒരു കുതിരയുടെ ഒക്കെ ഒരു ഇത് കാണിച്ചിട്ട് സെയിം ഇതേ റെഡ് ഫോർമാറ്റിൽ തന്നെ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ കാണിക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു ഇത് ഫീൽ എനിക്ക് ഇതെന്ന് കിട്ടിയായിരുന്നു. But other than that, like teaser wise, this is amazing. Like solid work. കാരണം എനിക്കിങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആണോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് മേ ബി ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആയിരിക്കാം, മേ ബി ഹിസ്റ്റോറിക്കൽ ഇവന്റ് ബേസ് ചെയ്തുകൊണ്ട് ഇവരൊരു ഫിക്ഷൻ ഇറക്കിയത്, അതിനാണ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ആയിരിക്കാം. ബട്ട് ഐ ലൈക്ക് തിങ്സ് ലൈക്ക് ദിസ്. എനിക്ക് പേഴ്സണലി എനിക്കിതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല ലൈക്ക് ഇത് കാണിച്ചേക്കുന്ന ലൈക്ക് സിനിമാറ്റോഗ്രഫി കാണിച്ചേക്കുന്ന ലൈക്ക് 1-2 സീൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ മാപ്സും കാര്യങ്ങളും ആനിമേർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. 1878 ആണ്. സോ 1878 എന്തോ പ്രത്യേക ലൈക്ക് 1858 തോന്നുന്നു ഈ റിവോൾട്ട് നടന്നൊരു സമയമുണ്ട്. ലൈക്ക് അതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ലൈക്ക് ദ റിവോൾട്ട് ഓഫ് 1857 അത് നടന്നത്. ഇതിപ്പോൾ 1878 ആണ് കാണിച്ചേക്കുന്നത്. അതിനുശേഷം ഇഫ് മൈ മെമ്മറി ഈസ് കറക്റ്റ് 20 yearsന് ശേഷം എന്തോ ഒരു 75 സ്റ്റിൽ അണ്ടർ 1858 ശേഷമാണ് അവിടുത്തെ ക്വീൻ എലിസബത്ത് അല്ല വിക്ടോറിയ ആണ് തോന്നുന്നു അന്നത്തെ ക്വീൻ. സോ അന്നത്തെ ക്വീൻ ഭരണം ഏറ്റെടുക്കുന്നത് ആസ് ഫാർ ആസ് ഐ നോ ആ ടൈമിലാണ്. സോ ആ ഒരു കാലഘട്ടത്തെ ചേഞ്ചസ് ഒരുപാടുണ്ട്. കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ അടുത്തുനിന്ന് 1857 റിവോൾട്ട് കഴിഞ്ഞതിന് ശേഷം ഈ അവിടുത്തെ, അതായത് ഇന്ത്യയിലെ ഭരണം അവിടുത്തെ രാജകുടുംബം ഏറ്റെടുത്തു. അതായത് ലൈക്ക് അണ്ടർ ദ ക്വീൻസ് റൂളായി. ആ ഒരു ടൈം പീരീഡുള്ള സ്റ്റോറിയാണ് ഇത് പറഞ്ഞേക്കുന്നത്. സോ മേ ബി ലൈക്ക് ഒരു ഫിക്ഷണൽ ഇതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ട്രൂ സ്റ്റോറി ആവാം. സോ എനിവേസ് ഇനിയിപ്പോൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മൂവി കാണണം. മൂവിയുടെ റിലീസ് ഡേറ്റ് പറഞ്ഞ് ഐ ലൈക്ക് ഹിസ് ലുക്ക്. കാരണം ആ ലുക്കും പിന്നെ ആ ഒരു കുതിര എന്നുള്ള ആ വരവും കാര്യങ്ങളെല്ലാം അടിപൊളി, അത് രക്ഷയില്ല. സോ എനിവേസ് ഗൈസ്, ബാക്കി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം എന്താണെന്നുള്ളത് നമുക്ക് സംസാരിക്കാം. സോ രണബലി VD14 is രണബലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്.
കൂടുതലായിട്ടൊന്നും പറയാനില്ല. സോ ഐ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം വിത്ത് അനദർ ടീസർ, ട്രെയിലർ ഓർ മൂവി റിവ്യൂ. ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. ഇനിയും കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മുടെ പരിപാടിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഐ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.